പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തുവല്ലേ? തൽക്കാലം നീ അവന്റെ കെട്ടഴിച്ചു. പക്ഷേ ആ കെട്ട് ഒന്നുകൂടി ഘോരം മുറുക്കി കെട്ടാൻ പോവുകയാ. നിനക്കൊരിക്കലും ഇനി അഴിക്കാൻ പറ്റാത്ത വിധം. എന്റെ സുരാരി യന്ത്രങ്ങൾ ആ വീട്ടിന് കവചം തീർക്കുന്നിടത്തോളം കാലം നിനക്ക് നിന്റെ ഭക്തയെ ഒരിക്കലും അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവൾ ആ മതിൽക്കെട്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയുമില്ല. ആ മതിൽക്കെട്ടിനുള്ളിൽ സംഭവിക്കുന്നതൊന്നും നിന്റെ ദൃശ്യപഥത്തിൽ തെളിയുകയുമില്ല. ഇന്നു മുതൽ അവൾക്ക് നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളായിരിക്കും. ആ പീഡനങ്ങളുടെ ഉച്ചസ്ഥായിയിൽ ഈ ഉഗ്രസേന അഘോര അവിടെ അവതരിക്കും. അവളുടെ പ്രാണൻ കൊണ്ട് എന്റെ ഉപാസനാമൂർത്തികൾക്ക് ഞാൻ ബലിതർപ്പണം ചെയ്യും. എല്ലാം കഴിഞ്ഞു മായാജാലക്കാരി, നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ടത്. വേതാളി, തമ്പിയെ വിളിക്ക്. ഹലോ, ഘോരയാണ് തമ്പി. ആ ഘോര, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാത്തത്? ഞാൻ വരാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താ ഘോര? ദേവൂട്ടി, ആ മതിൽക്കെട്ട് വിട്ട് പുറത്തു പോകാനുള്ള അവസരമുണ്ടാകരുത്. ഇന്നു മുതൽ അവളെ കൊണ്ട് അവിടത്തെ സകല ജോലികളും ചെയ്യിക്കണം. അതെത്ര കഠിനമായതാണെങ്കിലും ഒരു ദാക്ഷിണ്യവും വിചാരിക്കാതെ അവളെ അതിന് നിയോഗിക്കണം. പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, അവൾ ആ വീട് വിട്ട് പുറത്തേക്കെന്നും ഇറങ്ങാൻ പാടില്ല. അത് തമ്പി ഉറപ്പുവരുത്തണം. അല്ല ഘോര എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ വരാം. ഉചിതമായ സമയത്ത് ഉചിതമായ വേഷത്തിൽ ഈ ഉഗ്രസേന ഘോര അവിടെ ഉണ്ടാകും. ആദ്യം നിങ്ങൾ ഈ പറയുന്നത് ചെയ്യൂ തമ്പി. ഇന്നു മുതൽ ആ വീട്ടിലെ സകല ജോലികളും അവളെ കൊണ്ട് വേണം ചെയ്യിക്കാൻ. ഒപ്പം ഒരു കാരണവശാലും അവൾ ആ മതിൽക്കെട്ട് വിട്ട് പുറത്തു പോകാൻ അവസരമുണ്ടാവുകയും അരുത്. ആ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ. ശരി സർ, ഉറപ്പായിട്ടും തിരിച്ചു വിളിക്കാം. ആരമ്മേ, ആരാ വിളിച്ചത്? ആ DYSP ശശിധരനാ. എന്താ അയാള് പറഞ്ഞത്? അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? സന്ദീപിന്റെ ഫോൺ നമ്പര് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അവൻ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാ അയാള് പറഞ്ഞത്. എന്റെ ഈശ്വര, ഇവൻ ഇതെവിടെയാ? ഇന്നലെ രാത്രി മുതൽ അയച്ച ഒരു കോളിനോ മെസ്സേജിനോ റിപ്ലൈ ഇല്ലല്ലോ. ഇനി എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കാണോ അമ്മ? നീ ഒന്ന് സമാധാനിക്ക് ശ്രീകലേ. പോലീസ് അവരുടേതായ വഴിക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ. ദേ ഇതവനാ സന്ദീപ്. അയ്യോ, സന്ദീപോ? ആ. ഹലോ സന്ദീപേ, മോനെ. ആ മുത്തശ്ശി. അമ്മേ, സ്പീക്കറിലിട്. നീ ഇതെവിടെയാ? ഇന്നലെ രാത്രി മുതല് ഞങ്ങള് നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എത്രയോ തവണ മെസ്സേജ് ഇട്ടു. നീ ഒന്നുപോലും കണ്ടതുമില്ല, ഒന്നിനെ റിപ്ലൈ ചെയ്തതുമില്ല.
മുത്തശ്ശി, ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കുക. സന്ദീപേ, മോനെ നീ ഇപ്പൊ എവിടെയാ? എന്തെടുക്കുക? നീ എന്താ മോനെ ഞങ്ങളുടെ കോളിനൊന്നും റിപ്ലൈ തരാത്ത? ഞാൻ ഇന്നലെ വല്ലാത്തൊരു കെണിയപ്പെട്ടു പോയമ്മേ. എന്നുവെച്ച് കുഴപ്പമൊന്നുമില്ല. അമ്മയും മുത്തശ്ശിയൊക്കെ